ഹണി റോസിൻ്റെ വിഷയം വല്ലാതെ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പൊതുവേദികളിലൊക്കെ പോകുന്ന സമയത്ത് തങ്ങൾക്കിഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് പോകാം, അതിനെന്തിനാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. അതിനെ ഒരു സഭ്യതയുടെ അല്ലെങ്കിൽ ഈ സദാചാരത്തിൻ്റെ എലമെൻസ് ഒക്കെ ചേർത്തുകൊണ്ട് പറയുന്ന ആൾക്കാരുമുണ്ട്. അങ്ങനെ പറയരുത്, എൻ്റെ വസ്ത്രസ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇവിടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. മലയാളത്തിലെ മഹാനടന്മാരായിട്ടുള്ള മമ്മൂട്ടിയോ മോഹൻലാലോ ഇനി ആരും ആയിക്കോട്ടെ, ജയറാമോ ആരും ആയിക്കോട്ടെ, ദിലീപ് ആരും ആയിക്കോട്ടെ, അവരൊരു ഉദ്ഘാടനത്തിന് പോകുന്നു. ആ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഒരു ഷഡ്ഡിയും അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കുട്ടി നിക്കറും ഒരു ഒരു ഇന്നർ ബനിയനും ഒക്കെ ഇട്ടാണ് പോകുന്നത് എന്ന് വെച്ചോളൂ. എന്തായിരിക്കും സംഭവിക്കുക? ഈ പറയുന്ന ആളുകളൊക്കെ ഇവരെ അനുകൂലിക്കുമോ? ഇല്ല ഇല്ല. അപ്പോൾ വേണമെങ്കിൽ കേരളം കത്തും. മോഹൻലാലോ മമ്മൂട്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ കേരളം കത്തിയേനെ. ഇത് ഇപ്പോൾ പിന്നെ അവരാണിത് ചെയ്തതെങ്കിൽ വസ്ത്രധാരണ മൗലിക അവകാശമാകില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിൽ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്, ഇങ്ങനെയാണോ വസ്ത്രം ധരിക്കേണ്ടത്? നമ്മുടെ ഭരണഘടന ഒരു ലിമിറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ നിന്ന് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. അതനുസരിച്ച് താത്വികമായി അവലോകനം ചെയ്തുകൊണ്ട് നമ്മൾ ഈ പ്രശ്നത്തെ നേരിടണം. മമ്മൂട്ടി മോഹൻലാലിൻ്റെ സിനിമകൾ നമ്മൾ ബഹിഷ്കരിക്കണം. ഇനി അവർ സിനിമയിൽ ഉണ്ടാകാനേ പാടില്ല. പിന്നെ എന്തൊക്കെ കോലാഹലങ്ങളായേനെ ഇവിടെ. പിന്നെ ഒരു ഭാഗത്തുകൂടി ഫെമിനിസ്റ്റുകൾ പിന്നെ പ്രതിഷേധവുമായി, ഒരു ഭാഗത്തുകൂടി സാംസ്കാരിക നായകർ പ്രതിഷേധവുമായി, ഒരു ഭാഗത്തുകൂടി പിന്നെ സ്ത്രീപക്ഷവാദികൾ ഒരു ഭാഗത്തുകൂടി പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. എന്തൊക്കെ കേരളത്തിൽ നടക്കുമെന്നുള്ളത്. മമ്മൂട്ടിയിട്ട നിക്കറിന്റെ കമ്പനിയുടെ പേര് സ്ത്രീ വിരുദ്ധമായിരുന്നു. അതുപോയിട്ട് ആ കമ്പനി നിരോധിക്കണം. ആ കമ്പനിയെ പച്ചക്ക് കത്തിക്കണം. മമ്മൂട്ടിയിട്ട നിക്കർ. അതും പോയിട്ട് മമ്മൂട്ടി നിക്കർ ഇട്ടപ്പോൾ ആ ബാക്ക് സൈഡ് കുറച്ച് താഴ്ന്നാണ് ഇരുന്നത്. അതുകൊണ്ട് മമ്മൂട്ടിയുടെ ചില ഭാഗങ്ങൾ, പുറകിലുള്ള ചില ഭാഗങ്ങൾ കാണാൻ കഴിഞ്ഞു. അത് സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങളാണ്. അശ്ലീല പ്രദർശനത്തിന് ഇവർക്കെതിരെ കേസ് കൊടുക്കും. തീർച്ചയായിട്ടും. പിന്നെ മോഹൻലാല് ഒരു ഷഡ്ഡി, നമുക്ക് ഈ ബർമുഡയും നിക്കറിലും ഒക്കെ മാറ്റാം. ഇപ്പൊ വസ്ത്ര സ്വാതന്ത്ര്യം മൗലിക അവകാശമായതുകൊണ്ട് തുണി ഇല്ലാതെ വരാൻ പറ്റൂലെന്നേ ഉള്ളൂ. ബിക്കിനി ഇട്ടോണ്ടും വരാം, അത് മൗലിക അവകാശമാണ്. ബിക്കിനി ഇട്ടോണ്ട് നടക്കണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും നടക്കാം. ഇനി ആരെങ്കിലും അഥവാ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു വന്നാൽ വാച്ച് കിടക്കുന്നത് പോലെ ഇപ്പോൾ പത്രം വിരിച്ച് ജയിലിൽ കിടക്കേണ്ടി വരും. ഇനി മോഹൻലാലോ മമ്മൂട്ടിയോ നിക്കർ, ഷഡ്ഡി, അതല്ലേ അണ്ടർവെയർ, അതും ഇട്ട് ഒരു പിന്നെ ദേഹമൊക്കെ കാണാൻ പറ്റുന്ന ഒരു പിന്നെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ബനിയനും ഇട്ട് വരുന്നു, ഉദ്ഘാടനത്തിന് വരുന്നു. ഈ സ്ത്രീകളും ഒക്കെ ഉണ്ട് ആ ഉദ്ഘാടന വേദിയിൽ. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്, ഒരു മമ്മൂട്ടി മോഹൻലാലൊന്നും അങ്ങനെ വരില്ല. അവരൊക്കെ മാന്യമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നവരാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ മാന്യമായിട്ടല്ല എന്നല്ല പറയുന്നത്. എല്ലാവർക്കും മൗലിക അവകാശമുണ്ട്. അപ്പോൾ കാരണം ഇവരെ പറയുമ്പോഴേ ജനങ്ങൾക്ക് അത് അവരൊരിക്കലും അത് ചെയ്യില്ല. പക്ഷെ അവരെ വെച്ചുകൊണ്ട് ഉദാഹരിച്ചാൽ മാത്രമാണ് ഇതിന്റെ ഗൗരവം എത്രത്തോളം മനസ്സിലാവും. അപ്പോൾ മോഹൻലാലിനെതിരെ തന്നെ എന്തുമാത്രം വിമർശനങ്ങളാണ് കേരളത്തിൽ മോഹൻലാലിനെതിരെ പറഞ്ഞുണ്ടാക്കിയത്. പരസ്യമായും രഹസ്യമായും മോഹൻലാലിനെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, മോഹൻലാലിനെതിരെ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഒരു അവതാരകൻ മോഹൻലാലിനോട് ചോദിച്ചില്ലേ, 3500 സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചതിൽ നിങ്ങൾ പാർട്ടി നടത്തിയെന്ന്. അതെന്താ നല്ല കാര്യം, നല്ല ചോദ്യമാണോ? മോഹൻലാലിന് എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു വരുത്തിയിരുന്നു. അതുണ്ടെന്ന് പറഞ്ഞു വരുത്തിയിരുന്നു. ഇനി ഏത് നായികമാരുടെ അഭിനയിച്ചാൽ ആ നായികമാരെല്ലാം മോഹൻലാലിന്റെ സെറ്റപ്പ് ആണെന്ന് പറയും. ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെതിരെ കേസ് എടുക്കണ്ടേ? ഇനി മമ്മൂട്ടിയെ കുറിച്ച് പറയുന്നത് മാധ്യമപ്രവർത്തകന്റെ രീതിയിൽ നമ്മൾ കേട്ടതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. അത്തരം മോശമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇവരൊക്കെ അവരുടെ വ്യക്തി ജീവിതത്തിൽ എന്ത് വേണോ കാണിച്ചോട്ടെ, അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം, മോഹൻലാലിനെതിരെ പറഞ്ഞ പല കാര്യങ്ങളിലും എല്ലാം പരസ്പര വിരുദ്ധവും നുണകളുമാണ്. അത് നമുക്കറിയാം. പക്ഷെ അങ്ങനെ പറഞ്ഞു പരത്തുന്ന ആളുകൾ എന്ത് ചെയ്യുന്നില്ല? അവിടെ ഇതൊന്നും ബാധകമല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ ഇതൊന്നും ബാധകമല്ലേ? അവിടെയാണ് വട്ടിയൂർക്കാവ് അജിത് കുമാറും പിന്നെ ഈ പറയുന്ന മെൻസ് അസോസിയേഷനും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ അധിക്ഷേപം കേട്ട ഒരു നടിയാണ് കാവ്യ മാധവൻ. എനിക്ക് തോന്നുന്നു കാവ്യ മാധവൻ അധിക്ഷേപം കേട്ടതുപോലെ മലയാള സിനിമയിൽ മറ്റൊരു നായിക അധിക്ഷേപം ഇത്രത്തോളം അനുഭവിക്കാൻ. ഇന്നും അവരൊരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ അവരെ ഏറ്റവും മോശമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളാണ്. എന്തുകൊണ്ട് അവർ പരാതി കൊടുത്തില്ല? അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് അതിന് പിന്നാലെ പോയില്ല?
ശരിയാണ്, വളരെ ശരിയാണ് പറഞ്ഞത്. കാരണം ഒരു കാര്യം മാത്രം, പരാതി അത് കൂടെ പറഞ്ഞു പോകണമല്ലോ. പരാതി കൊടുക്കുന്നതും കൊടുക്കാത്തതും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെയല്ല, അത് പുച്ഛിച്ച് തള്ളുന്നവരുമുണ്ട്. അതിപ്പോ ഞാൻ എന്റെ പുറകെ പോയിട്ട് ഇനി കാരണം കാവ്യമാധവനെയൊക്കെ സംബന്ധിച്ച് ഫേമസ് കാര്യം അല്ല, അത് ഇതുപോലെ ഇവരൊക്കെ ചർച്ച ചെയ്യോ, ഈ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യോ? കാവ്യമാധവന്റെ പേരിൽ ഇത്രയും അധിക്ഷേപ കമന്റുകൾ വരുന്നു. ഇന്നും അവരൊരു ഫോട്ടോ ഇട്ടാൽ ഒരു സാരി ഉടുത്തോണ്ട് ഒരു എന്താ പറയുക, ഒരു സാരി ഉടുത്തു നല്ല രീതിയിൽ അവരുടെ ലക്ഷ്യ ആ വസ്ത്രശാലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊമോഷൻ ഒരു ഫോട്ടോ അവരിട്ടാൽ എത്ര പേർ അവരുടെ ഫോട്ടോയുടെ താഴെ വന്ന് ഈ മോശം കമൻ്റ് ഇടുന്നവരെ കുറിച്ച് എത്ര ഈ പറയുന്ന സ്ത്രീ പക്ഷത്ത് നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി നഖശിഖാന്തം വാദിക്കുന്ന എത്ര പേർ കാവ്യമാധവന് വേണ്ടി ഇവിടെ വാദിച്ചിട്ടുണ്ട്. ഇവിടെ കാവ്യമാധവന് വേണ്ടി വാദിച്ചത് മുഴുവൻ പുരുഷന്മാരാണ്. ചാനൽ ചർച്ചകളിൽ കാവ്യമാധവന് വേണ്ടി വാദിച്ചത് മുഴുവൻ പുരുഷന്മാരാണ്. എത്ര സ്ത്രീകൾ കാവ്യമാധവനെ അനുകൂലിച്ചിട്ടുണ്ട്? എത്ര പേർ? എന്തിനേറെ പറയുന്നത് ശക്തിയില്ല. ഒരു സമയത്ത് ഈ പറയുന്ന ആളുകളുടെ ഒക്കെ രോമാഞ്ചം കൊള്ളിച്ച നടിയാണ് ഷക്കീല. അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ ജീവിതം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അവരെ ഇപ്പോഴും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നവർ എന്താ പറയേണ്ടത്? ഇപ്പോഴും അവരെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നവരെ എത്ര പേർക്കെതിരെ കേസെടുത്തു? ഒരു ചെറിയ കാര്യം മാത്രം പറയാം. അതായത് എല്ലാ മീഡിയയിലും വന്നിരുന്ന് വലിയ സ്ത്രീ സമത്വം പറയുന്ന ഒരു വനിത, അവരുടെ മകനെതിരായിക്കൊണ്ടൊരു ലൈംഗിക ആരോപണം വന്നു. അതോടുകൂടി ആ സംഭവത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി, അയ്യോ എൻ്റെ കുഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യില്ല, അതൊരബദ്ധം പറ്റിയതല്ലേ, ഇങ്ങനെയൊക്കെ വളച്ചൊടിക്കാമോ, ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ മഹാക്രൂരതയല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവരിപ്പോഴും വന്ന് ആ പ്രശ്നമൊക്കെ ഒന്ന് ഒതുങ്ങിയെന്ന് കണ്ടപ്പോൾ അവർ വീണ്ടും ചാനൽ ചർച്ചയിൽ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാനും പുരുഷന്മാരെ അങ്ങേയറ്റം പുരുഷന്മാരെല്ലാം ചത്തുപോകേണ്ടവരാണ് എന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഏത് രീതിയിൽ? ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ അശ്ലീല പരാമർശത്തിൻ്റെ കാര്യം പ്രധാനപ്പെട്ട ഒരു ചാനലിലെ 3 മാധ്യമപ്രവർത്തകർക്കെതിരെ പ്രശ്നം വന്നു. കൃഷ്ണരാജ് എന്ന് പറയുന്ന വക്കീലുണ്ടല്ലോ, അദ്ദേഹം വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, പിന്നെ ഒപ്പന കളിച്ചൊരു കുട്ടിയോട് സംസാരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട്. ഇവർക്കെതിരെ ആ ചാനലോ വേറെ ഏതെങ്കിലും ഒരു ചാനലോ രാത്രി ചർച്ച നടത്തിയതായിട്ട് അറിയോ? ഇല്ല. അറിയോ? ഇല്ല. അപ്പൊ ഇവരുടെ ഞാൻ ചോദിക്കുന്നത് അതിന്റെ പേരിൽ അരുൺകുമാറിനെ തൂക്കിക്കൊല്ലണോ? വേണ്ട. അരുൺകുമാറിന്റെ അതിന്റെ പേര് അരുൺകുമാർ, നിങ്ങൾ ആരെയും തൂക്കിക്കൊല്ലണ്ട അതിന്റെ പേരിൽ. പക്ഷെ അതേ ന്യായം ഇവരൊക്കെ, ഈ ചാനലുകാരൊക്കെ മറ്റുള്ളവർക്കും കൊടുക്കണം. വഷളന്മാർ പഠിക്കുമോ എന്നുള്ളതായിരുന്നു ആ ചാനലിന്റെ മറ്റേ ഡിബേറ്റിന്റെ ചോദ്യം. അതായിരുന്നു എല്ലാവരിലും വഷളന്മാരുണ്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ പേരിലും വഷളന്മാരുണ്ട്. അത് ആ ബോധം നമുക്ക് ആദ്യം ഉണ്ടാവണം. നമ്മളെ വായിൽ നിന്ന് എന്താണോ വരുന്നത് നമ്മൾ വിചാരിച്ചുകൊണ്ട് പറയുന്നതായിരിക്കില്ല പലതും. അത് ഒരു അബദ്ധത്തിൽ വന്നു പോകുന്നതാകാം. ആ വന്നു പോകുന്നതിൽ നമുക്ക് തെറ്റുപറ്റിയെന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റിയെന്ന് നമ്മൾ ബോധ്യപ്പെട്ടാൽ പശ്ചാത്താപത്തെക്കാൾ വലിയ പാവമോചനമൊന്നും ഇല്ല എന്നാണ്, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു എനിക്ക്, ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മളെ വിമർശിക്കാൻ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ കൊണ്ട് സാധിക്കാൻ നമ്മളൊരു പാവം കാണിച്ചു കൊടുക്കുമ്പോഴാണല്ലേ അവർ തിരിച്ച് നമ്മളെ വിമർശിക്കുന്നത്. നീ ആരടാന്ന് ചോദിക്കുമ്പോൾ നീ ആരടി എന്ന് തിരിച്ചു ചോദിക്കും അല്ലേ? നമ്മൾ ഫോണിൽ റോങ് നമ്പറാണ് എന്ന് പറയും, മാന്യമായിട്ട് പറയുമ്പോൾ ശരി ഓക്കെ എന്ന് പറയും. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിരുന്നല്ലോ, നിങ്ങൾ ആരാ, നീ ആരാ എന്ന് തിരിച്ച് ചോദിക്കും. അങ്ങനെ ചോദിച്ച കേസാണിപ്പോൾ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ തന്നെ പല സുഹൃത്തുക്കളോട് സംസാരിക്കാൻ പലരും പറയും, നീ ഇതൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ അല്ലേ, നാളെ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുവോ? മാന്യമായി സംസാരിക്കുന്ന സുഹൃത്തുക്കൾ വരെ ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, അതായത് എനിക്ക് തോന്നി എന്നെ എന്താണ് എൻ്റെ സ്ത്രീത്വത്തെ ഇവർ അപമാനിച്ചു എന്നങ്ങ് തോന്നി, അതുകൊണ്ടുപോയി ഞാൻ കേസ് കൊടുത്തു. പോലീസിൽ വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം പോലും നടത്താതെ എന്താണ് അങ്ങ് കേസ് രജിസ്റ്റർ ചെയ്യും, പിടിച്ചകത്തിടും. 14 ദിവസമോ 21 ദിവസമോ 30 ദിവസമോ റിമാൻഡിലാവും. എന്നിട്ട് കേസ് നടത്തും, എന്നിട്ട് കോടതി വിധിക്കും. ഇതിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഈ 30 ദിവസം ഇവനകത്ത് കിടന്ന് എന്തായി? ഇവന്റെ പേര് പോയി, ഇവന്റെ സമാധാനം പോയി, ഇവൻ പൈസ കൊടുത്തിറങ്ങിയതാ. ഇതാണ് പറയുക. ഇങ്ങനെ പറയുന്ന ഒരു നിയമം കൂടെ ഇവിടെ ആയിട്ടുണ്ട്. ഇതിന് പരിഹാരം കണ്ടല്ലേ പറ്റുള്ളൂ. അതെ, തീർച്ചയായിട്ടും പരിഹാരം കാണണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ജഡ്ജിമാരൊക്കെ ഇതൊന്ന് കാണണം. അതെ, തീർച്ചയായിട്ടും. കൃത്യമായ ആക്രമണങ്ങൾക്കെതിരെ, സ്ത്രീകൾക്കെതിരായ നീതി നിഷേധങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരാണ് നമ്മളൊക്കെ തന്നെ. അതിന് എന്താണ് പരിഹാരം? എന്തെങ്കിലും ലക്ഷ്യത്തോടെയാണ് ഒരു പരാതിയുമായിട്ട് സ്ത്രീ വരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും കോടതി സിദ്ദിഖിന്റെ കാര്യത്തിൽ ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ കൃത്യമായും ചോദിക്കണം. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ കാണിച്ച ധൈര്യം എന്തുകൊണ്ട് കേസ് കൊടുക്കാൻ കാണിച്ചില്ല? അതാണ് ഏറ്റവും
കോടതി ചോദിച്ച ഏറ്റവും മികച്ച ചോദ്യം എന്ന് ഞാൻ ഓരോ സ്ത്രീകളോടും, ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാതെ ആ പ്രശ്നം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ആ പ്രശ്നം ഉണ്ടാക്കിയവനും അത് കേട്ടവരും ഒക്കെ അത് മറന്നു കഴിയുമ്പോൾ ആ പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് ശരിയായ ലക്ഷ്യത്തോടെ അല്ല. അതാര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്.